നമ്മുടെ CUT എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ആസ്പിറൻസിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ICARന്റെ കീഴിൽ വരുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട BSc അഗ്രികൾച്ചർ പഠിക്കാൻ പറ്റിയ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം കണ്ടന്റിലേക്ക് കടന്നാലോ. ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ICARന്റെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മുടെ IARI ഡൽഹി ആയിരിക്കും. പക്ഷേ IARI ഡൽഹിയിലോ കർണാലിലോ ഒന്നും തന്നെ നമ്മുടെ BSc അഗ്രികൾച്ചർ കോഴ്സ് കൊടുക്കുന്നില്ല. അവിടെയൊക്കെ PG ദാറ്റ് ഇസ് MSc കോഴ്സസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല അല്ലെ. സോ അങ്ങനെയെങ്കിൽ BSc അഗ്രികൾച്ചർ കൊടുക്കുന്ന ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് നമ്മുടെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇനി പഞ്ചാബിൽ പോയി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാം. വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഒരുപാട് റിസർച്ച് ഔട്ട്പുട്ട്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, PAU എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പൊസിഷനിൽ വരുന്നതാണ് BHU അഥവാ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. പക്ഷേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഡയറക്ട്ലി ICAR അല്ല ചെയ്യുന്നത്. BHU നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് BHUലേക്ക് അപ്ലൈ ചെയ്യണം, ബട്ട് ആഫ്റ്റർ CUT. അപ്പൊ CUT എൻട്രൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് അതുവഴി തന്നെ BHU ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അവിടെ ICAR അല്ല അഡ്മിഷൻ പ്രോസസ്സ് കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. അവരുടെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അടിസ്ഥാനത്തിൽ നല്ല അക്കാഡമിക്സ് ആണ്. പക്ഷേ ഒരു കാര്യം, BSc അഗ്രികൾച്ചർ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോളേജ് അല്ല അത്. ഒരുപാട് കോഴ്സസ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് BSc അഗ്രികൾച്ചർ. സോ അങ്ങനെ ഒരു വൈഡ് ക്യാൻവാസ് ആണ് ആക്ച്വലി BHU. അതിൽ ഒരുപാട് സബ് ക്യാമ്പസുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സബ് ക്യാമ്പസിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടന്റ് വരുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, നമ്മുടെ സ്വന്തം അയൽവക്കം. അതെ, അപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള TNAU എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളി ലൈഫോ ഒരു വലിയൊരു ക്യാമ്പസ് ലൈഫോ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ. ഓക്കെ, അവിടെ അക്കാഡമിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ ആ രീതിയിലൊക്കെ ആയിരിക്കും. ഹോസ്റ്റലൊക്കെ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആസ് പെർ ദ സ്റ്റുഡൻസ് റിവ്യൂ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇച്ചിരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ഏതെങ്കിലും ഒരു നല്ല ക്യാമ്പസിലായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുക, മീൻസ് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് ഇങ്ങറ്റത്തുള്ള കോളേജിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങറ്റൊരു കോളേജ് ഉണ്ട്, ഷെയറി കാശ്മീർ യൂണിവേഴ്സിറ്റി. സോ അതും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. അഗ്രികൾച്ചറൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഒരിക്കൽ വിസിറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഭയങ്കര നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ആൻഡ് നിങ്ങൾ അവിടെ പോകുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും, അറിയാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് മറ്റൊരു യൂണിവേഴ്സിറ്റി GB പന്ത് യൂണിവേഴ്സിറ്റി, നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ളതാണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് റിസർച്ച് ഏരിയകളിൽ ആദ്യമായി പല ഇന്നോവേഷൻസും കൊണ്ടുവന്നൊരു യൂണിവേഴ്സിറ്റിയാണ് GB പന്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ഓഫ് കോഴ്സ് നമ്മുടെ ഹരിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ തൊട്ട് അടുത്ത് തന്നെയുള്ള UAS ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ്, അതാണ് UAS എന്ന് പറയുന്നത്. വളരെ ടോപ്പിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, സൗത്തിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് UAS ബാംഗ്ലൂർ എന്ന് പറയുന്നത്. തൊട്ട് താഴെ നമ്മുടെ സ്വന്തക്കാരൻ തന്നെയുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതെ, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KAU. സോ അതും ടോപ്പിൽ തന്നെ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് KU എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്നത് നമ്മുടെ സ്വന്തം രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്, ദാറ്റ് ഈസ് ഇൻ ബീഹാർ. അതുപോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന 10th യൂണിവേഴ്സിറ്റിയാണ് ആസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. സോ ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു 10 റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നത്. ഇതിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു സെലക്ഷൻ ക്രൈറ്റീരിയനകത്ത് നടത്താവുന്നതാണ്. ഓക്കെ, സോ മോർ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ചാനലിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ മക്കളെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.